ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ പറഞ്ഞിരുന്ന അംബരീക്ഷ ചരിതം എല്ലാവരും കേൾക്കണം. ഓരോ ഹിന്ദുമത വിശ്വാസിയും അറിഞ്ഞിരിക്കേണ്ടുന്ന ഭാഗവതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥയാണ് അംബരീക്ഷ ചരിതം. അതുകൊണ്ട് എല്ലാവരും ആ കഥ കേട്ട് പ്രാർത്ഥിക്കണം. അതുപോലെ ഭഗവത്ഗീതയിലെ ഒരു ഭാഗവും നമ്മൾ ഇട്ടിരുന്നു, അതും കേൾക്കണം. തുടർന്നുള്ള ഭാഗങ്ങളൊക്കെ നമുക്ക് കുറേശ്ശെയായിട്ട് പറയാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം പറയണം. ഏത് കഥകളൊക്കെയാണ് വേണ്ടത്, എങ്ങനെയുള്ള വീഡിയോകളാണ് വേണ്ടത്, എന്താണ് നിങ്ങളുടെ ആവശ്യം, ഇതൊക്കെ ഒന്ന് പറഞ്ഞാൽ അതനുസരിച്ചിട്ട് നമ്മുടെ വീഡിയോയിലെ ഭാഗങ്ങളെ ചിട്ടപ്പെടുത്താം. അതിനു വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ഭഗവാന്റെ കഥകൾ പറയുന്നത് ഈ കലിയുഗത്തിൽ അത് കേൾക്കുന്നതും പറയുന്നതും ഭക്തി തന്നെയാണ്. അത് പ്രത്യേകമായി എല്ലാവരും ഓർക്കുക. ഭഗവാന്റെ കഥകൾ പറയുന്നതും കേൾക്കുന്നതും പ്രചരിപ്പിക്കുന്നതും ഭക്തി തന്നെയാണെന്ന് ഭഗവാൻ ഭാഗവതത്തിൽ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്ന ഭാഗം മത്സ്യാവതാരം. പണ്ട് സത്യവ്രതൻ എന്ന ഒരു വിഷ്ണു ഭക്തനായ രാജാവ് കൃതമാലിനി എന്ന പുണ്യവാഹിനിയിൽ സ്നാനം ചെയ്ത് തർപ്പണം നടത്തുന്ന സമയം അദ്ദേഹത്തിൻ്റെ കരസമ്പുടത്തിൽ നദിയിൽ നിന്നും കോരിയെടുത്ത വെള്ളത്തിൻ്റെ കൂടെ ഒരു ചെറിയ മത്സ്യക്കുഞ്ഞ് അകപ്പെട്ടു. വളരെ കൗതുകവും ഐശ്വര്യവും തോന്നിച്ചിരുന്ന ആ മീൻകുഞ്ഞിനെ അദ്ദേഹം ഒരു കുടത്തിലാക്കി അരമനയിൽ കൊണ്ടുവന്ന് കാര്യമായി സൂക്ഷിച്ചു വളർത്തി. വൈവസ്വതമനുവായ സത്യവ്രതനായിരുന്നു അദ്ദേഹം. സൂര്യവംശത്തിൻ്റെ ആദി പിതാവാണ്. കലശത്തിൽ കിടന്ന് ആ മത്സ്യം പെട്ടെന്ന് വളർന്നു. അതിൽ കൊള്ളാതെയായി. ഉടനെ രാജേന്ദ്രൻ അതിനെ എടുത്ത് കൊട്ടാരമുറ്റത്തുള്ള ഒരു കിണറിൽ നിക്ഷേപിച്ചു. അതിവേഗത്തിൽ അവിടെയും കിടന്നു വളർന്ന് അല്പദിവസം കൊണ്ട് അവിടെയും അത് കൊള്ളാതെയായി. അസാധാരണ വൈശിഷ്ട്യമുള്ള ഒരു മത്സ്യമാണെന്ന് ധരിച്ച് സത്യവ്രതൻ ക്ഷണത്തിൽ തന്നെ അതിനെ കിണറ്റിൽ നിന്നുമെടുത്ത് ഒരു വലിയ പൊയ്കയിൽ കൊണ്ടുചെന്നിട്ടു. ഏറെ താമസിയാതെ അത് വളരാൻ തുടങ്ങി. അങ്ങനെ അത് വളർന്ന് ആ പൊയ്കയിലും അതിന് സ്ഥലം പോരാതെയായി. ഉടനെ സത്യവ്രതൻ അതിനെ ആ പൊയ്കയിൽ നിന്നും എടുത്ത് അടുത്തുള്ള ഒരു വലിയ പുഴയിൽ കൊണ്ടുചെന്ന് ഇട്ടു. ദിവസവും അതിൻ്റെ വളർച്ചയെ പരിശോധിച്ചു കൊണ്ടേയിരുന്നു. കുറേ നാൾ കഴിഞ്ഞപ്പോൾ ആ നദിയിലും അത് കൊള്ളാതെയായി. ഇനി എന്താണ് വേണ്ടത്? സത്യവ്രതൻ ആലോചിച്ചു. ലക്ഷണമൊത്ത ഒരു മത്സ്യമാണിത്. അത് എവിടെയെങ്കിലും കിടന്ന് സുഖമായി വളരണം എന്നു ചിന്തിച്ച് അദ്ദേഹം പെട്ടെന്നു തന്നെ അതിനെ ആറ്റിൽ നിന്നുമെടുത്ത് ആഴിയിൽ കൊണ്ടുചെന്ന് നിക്ഷേപിച്ചു. 6-ാം മന്വന്തരത്തിൻ്റെ അവസാന ഘട്ടമായിരുന്നു അത്. സൃഷ്ടി കഴിഞ്ഞ വിധാതാവ് നിദ്രയിൽ മയങ്ങിക്കിടക്കുമ്പോൾ ലോകത്തിന് ഉപകാരമുണ്ടാക്കുന്നതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട വേദങ്ങൾ 4 ഹയഗ്രീവൻ എന്ന അസുരൻ അപഹരിച്ചു കൊണ്ടുപോയി. വേദങ്ങൾ അപഹരിക്കപ്പെട്ടിരിക്കുന്ന വിവരം വിധാതാവ് വേദവേദ്യനായ വിഷ്ണു ഭഗവാന്റെ സന്നിധിയിൽ ചെന്ന് സങ്കടത്തോടുകൂടി അറിയിച്ചു. നിവൃത്തിയുണ്ടാക്കാം എന്ന് അരുളി ചെയ്ത ഭഗവാൻ ശ്രീഹരി ബ്രഹ്മാവിനെ സമാധാനപ്പെടുത്തി തിരിച്ചയച്ചു. സത്യവ്രതൻ മത്സ്യത്തെ എടുത്ത് സാഗരത്തിലിട്ടപ്പോൾ ആ മത്സ്യം നരേന്ദ്രനോടായി ഇങ്ങനെ ചോദിച്ചു: അങ്ങെന്നെ സ്നേഹത്തോടുകൂടി ഇത്രയും നാളും വളർത്തി ഒടുവിൽ ഭയങ്കര ജലജന്തുക്കൾ നിറഞ്ഞ ഈ സാഗരത്തിൽ തള്ളുകയാണോ? എനിക്കിനി ആരാണ് ഒരാശ്രയം? അങ്ങ് എന്നെയും കാത്തുകൊണ്ട് ഈ സമുദ്രതീരത്ത് നിൽക്കുമോ?
ദൈവമേ, ഈ മത്സ്യത്തിന് യാതൊരാപത്തും സംഭവിക്കാതിരിക്കുവാൻ നീ കനിഞ്ഞനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആ പാർത്ഥിവേന്ദ്രൻ സാഗരതീരത്തു നിൽക്കുമ്പോൾ അന്ധകരണത്തിലുദിച്ച ആത്മപ്രചോദനത്തിൻ്റെ ഫലമായി അദ്ദേഹം ആഴിയിലേക്ക് ഒന്ന് വീക്ഷിച്ചു. ആ മത്സ്യത്തിൽ സർവവിഷ്ണു ചിഹ്നങ്ങളും പ്രകാശിക്കുന്നതായും അപ്രമേയമായ ഒരു പ്രഭ അതിനു ചുറ്റും വിരാജിക്കുന്നതായും അദ്ദേഹം കണ്ടു. സാക്ഷാൽ വൈകുണ്ഠമൂർത്തി മത്സ്യാവതാരം അവലംബിച്ചിരിക്കുന്നു എന്നുള്ള ബോധത്തോടുകൂടി സത്യവ്രതൻ കൈകൂപ്പി നിന്നുകൊണ്ട് ഇപ്രകാരം പ്രാർത്ഥിച്ചു: ഭഗവാനെ, നിന്തിരുവടി ഒരു കൊച്ചു മത്സ്യമായി അടിയൻ്റെ കൈക്കുമ്പിളിൽ പതിക്കാനിടയായത് അടിയൻ്റെ ഭാഗ്യം കൊണ്ടു മാത്രമാണ്. ജഗത്തു മുഴുവൻ നിറഞ്ഞിരിക്കുന്ന നിന്തിരുവടി എന്തിന് ഇത്ര ചെറുതായ ഒരു മത്സ്യമായി അവതരിച്ചു? നിന്തിരുവടി സാക്ഷാൽ ശ്രീഹരിയാണ്, മഹാവിഷ്ണുവാണ്, സച്ചിദാനന്ദമൂർത്തിയാണ്, ചിന്മയനാണ്. അടിയനെ അനുഗ്രഹിക്കണമേ. സത്യവ്രതൻ്റെ ഈ പ്രാർത്ഥന കേട്ട് ശംഖുചക്രഗദാ പത്മങ്ങൾ അണിഞ്ഞ് രത്നകിരീടത്തോടും ശ്രീവത്സാങ്കിത വക്ഷസോടും കൂടിയ വിഷ്ണുരൂപം ആ മത്സ്യത്തിൽ പൂർണ്ണമായി വിളങ്ങി അദ്ദേഹത്തിനു ദർശനം നൽകി. ഭഗവാൻ ഇപ്രകാരം അരുളി ചെയ്തു: ഭക്തോത്തമ, പ്രപഞ്ചത്തിൽ സൃഷ്ടിയുടെ ക്രമോന്നതമായ വളർച്ചയെ കാണിക്കുവാൻ വേണ്ടി ഞാൻ സ്വീകരിച്ച ഒരു ചെറിയ മത്സ്യരൂപമാണിത്. സൃഷ്ടി ക്രമോന്നതമായി പുരോഗമിക്കുന്നു എന്ന് കാണിക്കുവാൻ ജലത്തിൽ തന്നെ ബലമേറിയ അസ്ഥികളോടുകൂടിയ ആമയായും പിന്നെ കരയിൽ അധോമുഖനായ മൃഗമായും, അതായത് വരാഹമായും, പിന്നെ മൃഗത്തിനും മനുഷ്യനും ഇടയ്ക്കുള്ള നരസിംഹമായും, അനന്തരം മനുഷ്യനിൽ തന്നെ കുറിയ മനുഷ്യനായും, അതായത് വാമനനായും, പിന്നെ പൂർണ്ണ മനുഷ്യനായിട്ടും, അങ്ങനെ സൃഷ്ടിയുടെ പുരോഗതി കാണിക്കുവാൻ ഞാൻ ഏറ്റവും ചെറിയ ഒരു മത്സ്യമായി അവതരിച്ചു എന്ന് മാത്രം. എൻ്റെ ഈ അവതാരത്തിന് മറ്റൊരു ഉദ്ദേശം കൂടിയുണ്ട്. വിധാതാവിൻ്റെ വദനത്തിൽ നിന്നും വേദങ്ങൾ അപഹരിച്ചുകൊണ്ട് ഹയഗ്രീവൻ എന്ന ഒരു അസുരൻ ഈ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്ത് ഒളിച്ചു കിടപ്പുണ്ട്. വേദം എൻ്റെ ശബ്ദമാണ്, പ്രപഞ്ചത്തിന് പ്രകാശം നൽകുന്ന ദിവ്യദീപമാണ്. വേദങ്ങളെ വീണ്ടെടുക്കേണ്ടത് വേദസ്വരൂപനായ എൻ്റെ കടമയാണ്. ആയതിനാൽ വെള്ളത്തിൽ പതുങ്ങിക്കിടക്കുന്ന ആ ദുഷ്ടനെ വധിക്കുവാൻ ഒരു ജലജന്തുവായ മത്സ്യത്തിൻ്റെ രൂപം ഞാൻ സ്വീകരിച്ചു. 7 ദിവസം കഴിയുമ്പോൾ ഒരു പ്രളയമുണ്ടാകും. അത് പെട്ടെന്ന് അവസാനിക്കുകയും ചെയ്യും. ആ പ്രളയത്തിൽ നിന്നും ഭൂമിയെ രക്ഷിക്കുവാനും ഈ മത്സ്യാകൃതി എനിക്ക് ആവശ്യമാണ്. സത്യവ്രതൻ തൊഴുതുകൊണ്ട് ഇപ്രകാരം ഉണർത്തിച്ചു: അടിയന് ആ പ്രളയമൊന്ന് കാണുവാൻ ആഗ്രഹമുണ്ട്. അടിയനെ അനുഗ്രഹിക്കണം. അങ്ങേക്ക് ആഗ്രഹമുള്ള പക്ഷം ഇന്നേക്ക് 7-ാം ദിവസം സംഭവിക്കുന്ന പ്രളയം അങ്ങ് കണ്ടുകൊള്ളുക. പ്രളയസമുദ്രത്തിൽ അങ്ങ് നീന്തി വലയുമ്പോൾ അങ്ങയുടെ മുമ്പിൽ ഒരു തോണി പ്രത്യക്ഷപ്പെടും. അതിൽ സപ്തർഷികളും ഉണ്ടായിരിക്കും. അങ്ങ് ആ തോണിയിൽ കയറി പ്രളയസാഗരം മുഴുവനും കണ്ട് ആനന്ദിച്ചു കൊള്ളുക. അങ്ങേക്ക് വേണ്ട ദിവ്യോപദേശങ്ങളും ഞാൻ അപ്പോൾ നൽകുന്നതാണ്. അപ്രകാരം അരുളി ചെയ്ത് ഇന്ദിരാവല്ലഭൻ സുന്ദരമായ ഒരു മകരമത്സ്യത്തിൻ്റെ ആകൃതിയിൽ സമുദ്രത്തിൻ്റെ അന്തർഭാഗത്തേക്ക് താഴ്ന്നു. ഭഗവാൻ കൽപ്പിച്ച പ്രകാരം 7-ാം ദിവസം രൂക്ഷമായുണ്ടായ അതിവൃഷ്ടി മൂലം ഭൂതലം മുഴുവനും വെള്ളത്തിനടിയിലായി. അപ്പോൾ സപ്തർഷികളോടുകൂടി സത്യവ്രതൻ സമുദ്രത്തിൽ പതിച്ചു. നീന്തി വലഞ്ഞ് തിരമാലകൾക്കിടയിൽ കിടന്നൊഴുകുമ്പോൾ ഗോളാകൃതിയിലുള്ള ഒരു വലിയ തോണി അടുത്തു വരുന്നത് കണ്ട് സംശയമേതുമില്ലാതെ അദ്ദേഹം അതിൽ ചാടിക്കയറി.
തുങ്കങ്ങളായ തിരമാലകളുടെ ഇടയിൽ കിടന്ന് ആ തോണി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളകാൻ തുടങ്ങിയപ്പോൾ 1,00,000 യോജന നീളമുള്ള അതിതേജസ്വിയായ മകരമത്സ്യത്തിൻ്റെ ആകൃതിയിൽ ഭഗവാൻ വെള്ളത്തിനടിയിൽ കൂടി അവിടെ പാഞ്ഞടുത്തു വന്ന് ആ നൗകയെ ഉന്നതങ്ങളായ തൻ്റെ കൊമ്പുകളുടെ ഇടയിൽ ചേർത്ത് ഇളക്കാതെ നിർത്തി. അനന്തരം അദ്ദേഹം ആ തോണിയും വലിച്ചുകൊണ്ട് വിസ്താരമേറിയ പാരാവാരത്തിൽ കൂടി സഞ്ചരിച്ച് ബ്രഹ്മമണ്ഡലത്തിൻ്റെ പല ഭാഗങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തു. ആ സമയം സത്യവ്രതനു വേണ്ടി ആത്മീയ ഉപദേശങ്ങളും ശ്രീഹരി നൽകിക്കൊണ്ടേയിരുന്നു. അപ്പോഴത്തേക്ക് അതിവർഷവും പ്രളയവും അവസാനിച്ചു. ആ തോണി ധരണിയായിരുന്നു. അതിലുള്ള ഒരു ചെറിയ എറുമ്പിനു പോലും നാശം സംഭവിക്കാത്ത വണ്ണം മത്സ്യാകൃതി ധരിച്ച വിശ്വംഭരൻ തൻ്റെ കൊമ്പുകൾക്കിടയിൽ താങ്ങി നിർത്തിക്കൊണ്ട് പരിരക്ഷിച്ച് പ്രളയത്തിൻ്റെ അവസാനത്തിൽ അതിൻ്റെ യഥാസ്ഥാനത്തു തന്നെ ഉറപ്പിച്ചു. അനന്തരം അനന്തശായി സാഗരത്തിൽ മുങ്ങി ഹയഗ്രീവനെ കണ്ടുപിടിച്ച് തൻ്റെ കൂർത്ത കൊമ്പുകളാൽ അവനെ കീറിക്കൊന്ന് വേദങ്ങൾ വീണ്ടെടുത്ത് ബ്രഹ്മദേവന് ദാനം ചെയ്തു. അങ്ങനെ അദ്ദേഹത്തെ സന്തുഷ്ടനാക്കി ശ്രീഹരി. സത്യവ്രതന് വൈവസ്വത മനു എന്നുള്ള സ്ഥാനം നൽകി അദ്ദേഹത്തെയും അനുഗ്രഹിച്ചു. അവതാര ഉദ്ദേശം നിർവഹിച്ചതിനു ശേഷം മത്സ്യാവതാരം പൂണ്ട ആ കാരുണ്യമൂർത്തി വൈകുണ്ഠത്തിലെത്തി തൻ്റെ കാരണമായ ആദിനാരായണനിൽ വിലയം പ്രാപിച്ചു. ഹരികൃഷ്ണ. ഇതാണ് മത്സ്യാവതാരം. എല്ലാവരും മത്സ്യാവതാരം കേട്ട് പ്രാർത്ഥിക്കണം, നാമം ജപിക്കണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പറയണം. ഹരേ കൃഷ്ണ.